എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ, ഏഴംകുളം. അപ്പോൾ നമ്മൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തുളസിത്തറയൊക്കെ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഗ്രഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 4 ദിശയിലേക്കും ഗ്രഹം പണിയാമെന്നും ആ ഭാഗങ്ങളിൽ തുളസിത്തറ നമ്മൾക്ക് ഏത് ഭാഗങ്ങളിൽ സ്ഥാപിക്കാമെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു വിഷയമായിട്ട് വരാം. ഇത് നമ്മൾ രണ്ടാം നിലയിലോട്ട് ഗ്രഹം പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ പഴയ വീടുകൾ കാണും, പുതിയ വീടുകൾ കാണും. അവർ ചിലപ്പോൾ ഒറ്റ നിലയുള്ള വീടുകളായിരിക്കും പഴയ വീടുകൾ. ചിലർ രണ്ടാം നിലയിലോട്ട് പണിയാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ ചില ഗ്രഹങ്ങൾ രണ്ടാം നിലയിലോട്ട് പുതിയ ഗ്രഹങ്ങൾ പണിയുന്നതും നമ്മൾ ഇപ്പം കണ്ടുവരാറുണ്ട്. ഇപ്പം കണ്ടംപററി സ്റ്റൈലിലാണ് കൂടുതൽ ഗ്രഹങ്ങളിപ്പം പണിയുന്നത്. ഇത് അതിന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മളൊരു ഗ്രഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാം നിലയിലോട്ട് പണിയുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ താഴത്തെ നിലയിൽ നമുക്ക് കണക്കുകൾ ഉത്തമമാക്കുക എന്നുള്ളതാണ്. ബേസിക് ഫൗണ്ടേഷൻ ഉത്തമമാണെങ്കിൽ മാത്രമേ നമുക്ക് രണ്ടാം നിലയിലോട്ട് പണിയാൻ പാടുള്ളൂ. അപ്പോൾ അത് ബേസിക് ഫൗണ്ടേഷൻ ഉത്തമം എന്ന് പറയുമ്പോൾ ഉത്തമ കണക്കിൽ നമ്മൾ ഗ്രഹം പണിയണം ഒന്നാം നില. അപ്പോൾ അതിൻ്റെ വയസ്സൊക്കെ നമുക്ക് കറക്റ്റ് ആയിരിക്കണം. ഇതിന് നമ്മൾ ഓക്കെ ആണെങ്കിലാണ് നമ്മൾ രണ്ടാം നിലയിലോട്ട് ഉയർത്തി പണിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാം നിലയെല്ലാം നമ്മൾ പണിയുമ്പോൾ നമ്മളതിൻ്റെ പ്ലാനുകളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് പഴയ ഗ്രഹമായാലും പുതിയ ഗ്രഹമായാലും പ്ലാനുകളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് നമ്മൾ അളവുകളൊക്കെ നോക്കുമ്പോൾ അത് നമുക്ക് ഉത്തമ അളവിൽ നിൽക്കണം. അതിനുശേഷം നമ്മളൊരു പ്ലാൻ വരച്ചാണ് രണ്ടാം നിലയിലോട്ട് നമ്മൾ ഗ്രഹനിർമ്മാണം പണിയേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാം നിലയിലോട്ട് ഉയർത്തി പണിയുമ്പോൾ നമ്മുടെ കന്നിമൂല ഭാഗം എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് വേണം നിർമ്മിതികൾ തുടങ്ങാൻ. കാരണം ഈ ഭാഗങ്ങളിൽ നമ്മൾ ഒഴിച്ചിട്ടുകൊണ്ട് ഒരു ഗ്രഹവും നിർമ്മിക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് രണ്ടാം നിലയിലോട്ട് പണിയുമ്പോൾ നമ്മുടെ കന്നിമൂല ഭാഗം നമ്മൾ നിർമ്മിതി ഉണ്ടായിരിക്കണം. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഭാഗം നമ്മൾ ബാൽക്കണിയോ ടെറസായിട്ടോ ഓപ്പൺ ടെറസായിട്ടോ ഒന്നും നമ്മൾ ആ ഗ്രഹത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇത് നമുക്ക് വളരെ ഉത്തമമായിട്ട് വരും അങ്ങനെ നമ്മൾ പണിയുമ്പോൾ. അപ്പം ചിലർ കിഴക്ക് ദർശനമായിട്ടും പടിഞ്ഞാറ് ദർശനമായിട്ടൊക്കെ ഗ്രഹം പണിയുമ്പോൾ ഈ ഭാഗങ്ങളിൽ നമ്മൾ ഒഴിച്ചിടുന്നത് കണ്ടുണ്ട്. പക്ഷേ നമ്മളത് മാക്സിമം നമ്മൾ ആ ഭാഗത്ത് ഗ്രഹനിർമ്മാണം നടത്തണം. ആ ഭാഗത്ത് നിന്നായിരിക്കണം നമ്മുടെ ഗ്രഹത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടുക്കളയും പൂജാമുറിയും നമ്മൾ താഴത്തെ നിലയിൽ തന്നെ ക്രമീകരിക്കേണ്ടതാണ്. അത് രണ്ടാം നിലയിലോട്ട് നമുക്ക് ഉയർത്തി പണിയാൻ പാടില്ല. അടുക്കളയുടെ സ്ഥാനം നമുക്ക് എപ്പോഴും താഴത്തെ നിലയിൽ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ പൂജാമുറിയുടെ സ്ഥാനവും താഴത്തെ നിലയിലായിരിക്കണം. ബാക്കി നമുക്ക് റൂമുകളും ബാക്കി ഹാളുകളൊക്കെ നമുക്ക് രണ്ടാം നിലയിലോട്ട് ഉയർത്തി പണിയാം. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രഹത്തിൻ്റെ ഈശാന കോണ് എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗം നമുക്ക് ബാൽക്കണിയായിട്ടോ തുറസായോ ഇടുന്നതിന് ദോഷമില്ല. അപ്പം കിഴക്കോട്ട് ദർശനമായിട്ട് വരുന്ന ഗ്രഹത്തിൽ നമുക്ക് ഈ ഭാഗങ്ങളിൽ റൂമുകൾ വന്ന് ക്ലോസായിട്ട് നമുക്ക് പണിയാം. പക്ഷേ നമുക്കവിടെ ബാൽക്കണിയായിട്ടോ ഓപ്പൺ ടെറസായിട്ടോ നമുക്ക് പണിയുന്നതിനും അവിടെ ദോഷമൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ വാട്ടർ ടാങ്കിൻ്റെയൊക്കെ സ്ഥാനങ്ങൾ വടക്കോട്ട് മാറ്റി പണിയുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ വെയിറ്റുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ വെയിറ്റുള്ള നിർമ്മിതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കന്നിമൂല ഭാഗം ഒഴിച്ചിടരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറിയായാലും അടുക്കളയുടെ സ്ഥാനങ്ങളും താഴത്തെ നിലയിൽ തന്നെ ക്രമീകരിക്കുക. ഉത്തമ അളവിൽ തന്നെ വേണം രണ്ടാം നിലയിലോട്ടും പണിയുമ്പോൾ നമ്മുടെ കണക്കുകൾ ക്രമീകരിക്കേണ്ടത്. അപ്പം അതിന് നമുക്ക് മരണച്ചുറ്റൊന്ന് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഉത്തമ കണക്കിൽ തന്നെ രണ്ടാം നില നിൽക്കണം. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ഗ്രഹങ്ങളും എന്ന് വെച്ചാൽ പഴയ ഗ്രഹവും പുതിയ ഗ്രഹവും രണ്ടാം നിലയിലേക്ക് ഉയർത്തി പണിയാം. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വിഷയമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നമസ്കാരം.